ട്രംപിന്റേത് ശക്തമായ നേതൃത്വം. യുദ്ധം അവസാനിപ്പിക്കാൻ മറ്റാരെക്കാളും ആഗ്രഹിക്കുന്ന ജനതയാണ് യുക്രൈനിലേത്. അതിനായുള്ള അമേരിക്കയുടെ നടപടികൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി. ട്രംപുമായുള്ള ചർച്ച അലസിപ്പിരിഞ്ഞതിന് പിന്നാലെ യുക്രൈന് നൽകി വന്ന സൈനിക സഹായം മരവിപ്പിക്കുന്നതായി അമേരിക്ക അറിയിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് സെലൻസ്കിയുടെ മനം മാറ്റം. വൈറ്റ് ഹൌസിലെ ചർച്ച പരാജയപ്പെടാൻ കാരണം ട്രംപോ അതോ സെലൻസ്കിയോ? റഷ്യൻ വിജയത്തിന് കളമൊരുക്കുകയാണോ ട്രംപ്? യുക്രൈന്റെ ഭാവി എന്ത്? യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പിന്നിൽ അമേരിക്കയുടെ താല്പര്യമെന്ത്? വൈറ്റ് ഹൌസിലെ പ്രസിഡന്റ് ട്രംപുമായുള്ള വാക്കുതർക്കത്തിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി. ഇതോടെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധവിരാമത്തിന് സാധ്യതകളേറുന്നു. ഒപ്പം അമേരിക്കയുമായുള്ള ധാതുഖനന കരാറിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറെന്നും സെലൻസ്കി. ട്രംപിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അമേരിക്കയ്ക്കെതിരെ പ്രയോഗിക്കാൻ സെലൻസ്കിയുടെ കയ്യിൽ ആകെയുള്ള കാർഡ്. അമേരിക്കയുടെ പിന്മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന അനന്തരഫലം എന്തെന്ന് സെലൻസ്കിക്ക് നല്ലതുപോലെ അറിയാം. റഷ്യക്കെതിരെ അമേരിക്കയെക്കാളും ശക്തമായ ഒരു കവചം രാജ്യത്തിന് അനിവാര്യമെന്ന് സെലൻസ്കി വിശ്വസിക്കുന്നു. യുദ്ധം തുടരണമെങ്കിലും യുദ്ധത്തിനു ശേഷം രാജ്യം പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരണമെങ്കിലും സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ പിന്തുണ യുക്രൈന് കൂടിയേ തീരൂ. 2022 ഫെബ്രുവരി 24-നാണ് റഷ്യൻ സൈന്യം യുക്രൈനിലേക്ക് ആക്രമണം അഴിച്ചുവിടുന്നത്. യുക്രൈൻ നാറ്റോയിൽ ചേരുന്നത് തടയുക, ഡോൺബാസിലെ വംശഹത്യക്ക് പകരം ചോദിക്കുക തുടങ്ങിയവയായിരുന്നു പുടിന്റെ സൈനിക നീക്കത്തിന് കാരണം. ലോകത്തിലെ കരുത്തുറ്റ രണ്ടാമത്തെ വലിയ സേനയാണ് റഷ്യയുടേത്. യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്ന പുടിന്റെ നീക്കം പക്ഷെ അത്ര എളുപ്പമായിരുന്നില്ല. എതിർവശത്തെ യുക്രൈന് പിന്തുണയുമായി നിലകൊണ്ടത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അടങ്ങുന്ന വമ്പൻ നിര. യുദ്ധത്തിൽ നേരിട്ട് ഇറങ്ങിയില്ലെങ്കിലും യുക്രൈന് ആവശ്യമായ ആയുധങ്ങളും സാമ്പത്തിക സഹായവും അവർ വേണ്ടുവോളം എത്തിച്ചു. യുക്രൈന് അനുകൂല തരംഗം ലോകമെങ്ങും ഉയർന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന പുടിന്റെ കണക്കുകൂട്ടലുകൾ ആകെ പിഴച്ചു. അങ്ങനെ വർഷം 3 കഴിഞ്ഞു. 3 വർഷം മുമ്പുള്ള അമേരിക്കയല്ല ഇന്നത്തെ അമേരിക്ക. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെ ചെറുക്കാൻ സെലൻസ്കിക്ക് എല്ലാ പിന്തുണയും നൽകിയ അമേരിക്ക. തങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തം എന്ന പേരിൽ സെലൻസ്കിക്ക് ഒപ്പം നിലകൊണ്ട നാറ്റോയിലെ ശക്തൻ. നിലപാട് അപ്പാടെ മാറ്റിയിരിക്കുകയാണ് അമേരിക്ക. വൈറ്റ് ഹൌസിൽ ചാർജ് എടുത്ത് 24 മണിക്കൂറിനകം യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ഫെബ്രുവരി 8-ന് റിയാദിൽ വെച്ച് നടന്ന അമേരിക്കൻ റഷ്യൻ പ്രതിനിധികളുടെ കൂടിക്കാഴ്ച ഈ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതായിരുന്നു. പൊതുവെ അമേരിക്കയും റഷ്യയും തമ്മിൽ സ്വീകരിച്ചു പോന്നിരുന്നത് ഒരു വിദൂര നിലപാടായിരുന്നുവെങ്കിലും അതിലൊരു മാറ്റം കണ്ടു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ വെറുതെ എല്ലാം പെട്ടെന്ന് സമ്മതിച്ചു തരുന്ന കൂട്ടത്തിലല്ല ട്രംപും പുടിനും എന്നത് യാഥാർത്ഥ്യം തന്നെ. എന്നാൽ അന്തർധാരയിൽ എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ടോ എന്ന് പ്രത്യക്ഷത്തിൽ വ്യക്തമല്ല. എങ്കിലും ഉള്ളറകളിൽ ചിലത് നടക്കുന്നുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. ഗാസ മുനമ്പ് അമേരിക്ക ഏറ്റെടുക്കുമെന്നും അവരുടെ സ്വന്തം മണ്ണിൽ പലസ്തീൻ ജനതയ്ക്ക് അവകാശം നിഷേധിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിനെതിരെ റഷ്യ മൗനം പാലിച്ചതും ഈ സംശയത്തിന് ആക്കം കൂട്ടുന്നു. ഇസ്രായേൽ അമേരിക്കൻ അധിനിവേശത്തിനെതിരെ ഹമാസ്, ഹിസ്ബുള്ള, ഇറാൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം നിലകൊണ്ട റഷ്യ വിഷയത്തിൽ ഇതുവരെ മിണ്ടാൻ കൂട്ടാക്കിയിട്ടില്ല. യുദ്ധം അവസാനിപ്പിക്കേണ്ടത് തീർച്ചയായും റഷ്യയുടെ കൂടി ആവശ്യമാണ്. യുദ്ധത്തിനു പിന്നാലെ റഷ്യക്ക് മേൽ യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും കൊണ്ടുവന്ന ഉപരോധത്തിൽ നിന്നും റഷ്യക്ക് കരകയറേണ്ടതുണ്ട്. പുടിനാണ്. അങ്ങനെ ഒന്നും അടിയറവ് പറയാൻ അയാൾ തയ്യാറാവുകയുമില്ല. റിയാദിലെ USA റഷ്യ പ്രതിനിധികൾ തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഉയർന്നു വന്ന ഊഹാപോഹങ്ങൾ ഇല്ലാതാക്കാൻ പുടിൻ തന്നെ പിന്നീട് രംഗത്ത് വന്നിരുന്നു. റഷ്യയെ അങ്ങനെയൊന്നും ആർക്കും സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് ഒരു റഷ്യൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പുടിൻ വ്യക്തമാക്കിയത്. പ്രധാനമായും 3 ആവശ്യങ്ങളാണ് റഷ്യ മുന്നോട്ട് വയ്ക്കുന്നത്. യുക്രൈൻ മണ്ണിൽ പടിഞ്ഞാറൻ സൈനികരാരും പ്രവേശിക്കരുത്, യൂറോപ്യൻ രാജ്യങ്ങളുമായി ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, കിഴക്കൻ യൂറോപ്പിൽ നാറ്റോ സ്വാധീനം അനുവദിക്കില്ല തുടങ്ങിയവയായിരുന്നു അത്. ഏകദേശം യുക്രൈൻ 20% ഇന്ന് റഷ്യയുടെ കൈകളിലാണ്. യുദ്ധം അവസാനിപ്പിച്ചാലും സൈന്യം പിടിച്ചെടുത്ത യുക്രൈൻ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ റഷ്യ തയ്യാറല്ലത്രേ. പക്ഷേ എന്നിട്ടും ട്രംപ് ഈ ചർച്ചകളെ എങ്ങനെ പോസിറ്റീവായി നിരീക്ഷിക്കുന്നു എന്നത് കൗതുകം തന്നെ. അമേരിക്കൻ താല്പര്യത്തിന് പിന്നിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബിസിനസ് താല്പര്യം കാണാതിരിക്കില്ലല്ലോ. ലിഥിയം, ടൈറ്റാനിയം, നിക്കൽ, കൽക്കരി ഇങ്ങനെ ധാതുക്കളാൽ സമ്പന്നമാണ് യുക്രൈൻ. യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം കൊണ്ടുവരേണ്ടതിന്റെ അമേരിക്കൻ താല്പര്യം ഇവിടെ നിക്ഷിപ്തം. അമേരിക്കയുടെ താല്പര്യത്തെ പുടിനും പിന്തുണയ്ക്കുന്നു. ധാതുഖനനത്തിന് സംയുക്ത പദ്ധതികളാകാമെന്നും പുടിൻ പറഞ്ഞു. അമേരിക്കയും യുക്രൈനും തമ്മിലുള്ള ധാതുഖനന കരാർ യാഥാർത്ഥ്യമായാലും അത് റഷ്യയ്ക്ക് ഒരു ഭീഷണിയാകില്ലെന്ന് പുടിൻ കൂട്ടിച്ചേർത്തു. യുദ്ധത്തിനായി അമേരിക്ക യുക്രൈന് നൽകിയ സഹായം തിരിച്ചുപിടിക്കലാണ് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യം. ഈ സംഭവ വികാസങ്ങൾക്കിടയിൽ പക്ഷെ പെട്ടുപോയത് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആയിരുന്നു. യുക്രൈനെ പങ്കെടുപ്പിക്കാതെ എങ്ങനെയാണ് യുക്രൈനുമായി ബന്ധപ്പെട്ട സമാധാന ഉടമ്പടി സാധ്യമാകുമെന്ന് ചോദിച്ച സെലൻസ്കി ശക്തമായ വിമർശനം രേഖപ്പെടുത്തി.
എന്നാൽ യുദ്ധത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സെലൻസ്കിക്കാണെന്ന മട്ടിലായിരുന്നു ട്രംപ് ഇതിനോട് പ്രതികരിച്ചത്. എന്നും മാത്രമല്ല, സെലൻസ്കിയെ സ്വേച്ഛാധിപതി എന്നും ട്രംപ് വിശേഷിപ്പിച്ചു. ഒരു വശത്ത് സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും മറ്റൊരു വശത്ത് അമേരിക്കയും യുക്രൈനും തമ്മിലുള്ള ധാതുഖനന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടന്നു പോവുകയായിരുന്നു. കരാറിൽ സെലൻസ്കി പച്ചക്കൂടി ഉയർത്തിയെങ്കിലും പക്ഷേ ഫെബ്രുവരി 28-ന് ഓവൽ ഓഫീസിൽ നടന്ന ചർച്ചകൾ അവസാനിച്ചത് വാക്കുതർക്കത്തിലായിരുന്നു. 3/4 മണിക്കൂറിലധികം നീണ്ടുനിന്ന മീറ്റിംഗിൽ ഉറച്ച നിലപാടോടുകൂടി തന്നെയാണ് ട്രംപിനരികിൽ സെലൻസ്കി ഇരുന്നത്. കൊലയാളിയായ പുടിനോട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നും റഷ്യൻ പ്രസിഡന്റ് തീവ്രവാദിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂരിപക്ഷം വരുന്ന യുക്രൈൻ ജനത ആഗ്രഹിക്കുന്നതും യുദ്ധം തുടരാനാണെന്നും പറഞ്ഞ സെലൻസ്കി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും നൽകി വന്ന പിന്തുണയ്ക്ക് നന്ദിയും അറിയിച്ചു. ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ചർച്ചകൾ നടക്കുമ്പോഴും യുക്രൈൻ മണ്ണിലേക്ക് റഷ്യ റോക്കറ്റുകൾ തൊടുക്കുകയാണെന്നും സെലൻസ്കി ആരോപിച്ചു. യുക്രൈന് സുരക്ഷ ഉറപ്പുവരുത്താതെ സമാധാനം സാധ്യമാവില്ലെന്നും അയാൾ സൂചിപ്പിച്ചു. എന്നാൽ അത് നിഷേധിച്ച ട്രംപ് റഷ്യ ഉടമ്പടി ലംഘിക്കില്ല എന്നായിരുന്നു മറുപടി നൽകിയത്. അങ്ങനെ സംഭവിച്ചാലോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തോട് കയർത്ത ട്രംപ് പുടിൻ എന്നെ ബഹുമാനിക്കുന്നു എന്നായിരുന്നു മറുപടി നൽകിയത്. അങ്ങനെ രംഗമാകെ വഷളായി. യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയോടെ പ്രശ്നം പരിഹരിക്കാമെന്ന സെലൻസ്കിയുടെ പ്രതീക്ഷയും അസ്തമിച്ചു. പിന്നാലെ സൈനിക സഹായം കൂടി താൽക്കാലികമായി നിർത്തലാക്കിയപ്പോൾ അമേരിക്കയ്ക്കൊപ്പം നീങ്ങുക എന്ന നയം സ്വീകരിക്കേണ്ടി വന്നു സെലൻസ്കിക്ക്. എന്തായാലും യുക്രൈനെതിരെ അമേരിക്ക കൂടുതൽ കർക്കശ നിലപാട് കൈക്കൊള്ളുമെന്നാണ് നിഗമനം.